നന്ദനം, സൈറ നല്ല കഥാപാത്രങ്ങളെ കിട്ടി, തമിഴിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങളെ കിട്ടി, അതിനുശേഷം മഴത്തുള്ളി കിലുക്കം ഉൾപ്പെടെയുള്ള അടുത്ത കാലത്ത് സിനിമകൾ വന്നു. എങ്കിലും നല്ല കഥാപാത്രങ്ങളെ കിട്ടുന്നതിൽ പിൽക്കാലത്ത് ഒരു കുറവ് കാണുന്നുണ്ട് നവ്യയുടെ കാര്യത്തിൽ. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ കാര്യത്തിലാണോ അതോ മൊത്തത്തിൽ സിനിമയിലാണോ എന്ന് എനിക്കൊരു ചോദ്യം അങ്ങോട്ടുണ്ട്. മൊത്തത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ വളരെ കുറഞ്ഞു. ഞാൻ വന്ന സമയത്ത് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു, അന്നും വലുതായിട്ടൊന്നും ഇല്ല, കുറച്ചെങ്കിലും. ഇപ്പം വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയിൽ പോലും ഹീറോയിൻ എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിക്കൂനനിലാണെങ്കിലും, കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും, പട്ടണത്തിൽ സുന്ദരനിലാണെങ്കിലും, ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഗ്രാജുവലി വളരെയധികം കുറഞ്ഞു വരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു സംവിധായകനൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നെ തന്നെ നായികയായിട്ട് വിളിച്ചോളണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇപ്പൊ ഇവിടെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് മലയാളി പെൺകുട്ടിയുടെ എല്ലാ മോഡസ്റ്റിയോടും കൂടിയാണ് തമിഴിലും മറ്റ് ഭാഷകളിലുമൊക്കെ നവ്യ പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് ഗ്ലാമർ വേഷങ്ങൾ അഭിനയിക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അങ്ങനെ ഗ്ലാമർ വേഷങ്ങൾ ഇപ്പം എനിക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്കുള്ളൊരു ഗ്ലാമർ ഒന്നും എനിക്ക് ചേരത്തില്ല. എനിക്കൊരു ചമ്മലാണ് മൊത്തത്തിൽ അഭിനയിക്കാൻ. അപ്പൊ അതുകൊണ്ട് അഭിനയിച്ചില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അഭിനയിച്ചതിൽ തന്നെ കുറച്ച് ഗ്ലാമർ വേഷങ്ങളില്ലേ? അതാ ഞാൻ പറഞ്ഞു, ആരും നമ്മളെ നിർബന്ധിക്കത്തില്ല. ഇപ്പം എന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ സ്ലീവ്ലെസ് ഇടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സ്ലീവ്ലെസ് ഇട്ടോണ്ട് എനിക്ക് പിന്നെ ഈ കൈ ഇങ്ങനെ പൊക്കാനോ അനക്കാനും പറ്റത്തില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ താത്തി തന്നെ പിടിക്കും. പിന്നെ ഞാൻ എങ്ങനെ അഭിനയിക്കുന്നത്? പക്ഷെ ഇപ്പൊ എനിക്ക് സ്ലീവ്ലെസ് ഇടാം, വേണമെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് നടക്കാം. അന്ന് ഈ ശീലമല്ലേ മനുഷ്യന്റെ. നോർത്ത് ഇന്ത്യയിൽ പഠിച്ചു വളർന്നൊരു കുട്ടിക്ക് ഇത്രയും ഓണം ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ഞാനിനി എത്ര കാലം കഴിഞ്ഞാലും ചിലപ്പോൾ അത് ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയതില്ല. എന്ത് ചെയ്യാനാ? അവനവൻ ജീവിച്ച് വളർന്ന. പിന്നെ നമ്മുടെയൊക്കെ നാട്ടില് പിന്നെ കുളത്തിലൊക്കെ കുളിക്കുന്ന ആന്റിമാരെ കണ്ടിട്ടില്ലേ? ഈ സാധനമൊക്കെ പാവാട കെട്ടിയിട്ട് അവര് അവിടെ നിന്ന് നനച്ചെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് മുങ്ങി ഈ പാവാട കഴിച്ച് അവിടോട്ട് വയ്ക്കും. കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു പാവാട കെട്ടി അതിന്റെ പുറത്തൂടെ നൈറ്റി എടുത്തിടും. എന്നിട്ട് നേരെ വീട്ടിലോട്ട് ഒരു വട്ട തുണി നനച്ചത് കൊണ്ട് വീട്ടിലോട്ട് പോകും. എന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറത്ത് 2 വള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്പെഗറ്റി ആയി. വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാ എന്ന് വെച്ചാൽ ആ സ്ത്രീകളുടെ അടുത്ത് പറഞ്ഞാൽ അവരിട്ടോണ്ട് നടക്കും. അത് അവര് പാവാട കെട്ടും, പക്ഷെ അതല്ലാതെ ഒരു ടീഷർട്ട് അതുപോലെ ഇങ്ങനെ കോഴ്സ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് നടക്കാൻ പറഞ്ഞാൽ അവരിട്ടോണ്ട് നടക്കും. ഇല്ല, അത്ര നമുക്ക് ശീലം ഇല്ലാത്തതുകൊണ്ട്. അല്ല, എനിക്കത് ചെയ്യുന്നവരോടൊന്നും ഒരു വിരോധവും ഇല്ല. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി ഞാൻ ചോദിക്കുന്നത്. മനസ്സിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഭക്തയുമാണ്. അതെ, എന്നോട് തിലകനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അത്. ഞാൻ തിലകനങ്ങള് ഭയങ്കര ഈശ്വര വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും എന്ത് കണ്ടാലും വഴക്കിടും. ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ വിശ്വസിക്കുന്നതിന് അങ്കിളിന് എന്താ? എനിക്ക് ഈശ്വരനെ വിശ്വാസം, ഈശ്വരൻ ഇല്ലടി എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ശരി, വേണ്ട. എനിക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ, അല്ലെ കൃഷ്ണ, ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ സായിബാബ ഡിവോട്ടി വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അങ്കിളിന് എന്താ കുഴപ്പം? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ്ന്നോ ഒന്നും അല്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ ഓരോ കഥകൾ കേട്ടതിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഇന്ന പാർട്ടിക്കാരിയാണെന്ന് പറയാൻ പേടിച്ചിട്ടല്ല. കാരണം ഒരു പാർട്ടിക്കാരിയാണെന്ന് ഞാൻ പറയുമ്പോൾ ആ പാർട്ടിയെ പറ്റി ഞാൻ വ്യക്തമായി പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. ഞാൻ ഒരു പാർട്ടിയെ പറ്റിയും വ്യക്തമായി പഠിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ 50% സംവരണം സ്ത്രീകൾക്ക് പാർലമെന്റിൽ പോലും വരികയാണ്. കൂടുതൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള അവസരം കിട്ടുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു വാഗ്ദാനം വന്നാൽ പ്രതികരണം എന്തായിരിക്കും? രാഷ്ട്രീയമോ? എനിക്കറിയത്തില്ല, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വീണ്ടും 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 പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം. ഒരുപക്ഷെ കർണാടകത്തിലുള്ളത്ര പാവപ്പെട്ട ആളുകളൊന്നും നമുക്ക് കേരളത്തിൽ കാണാനേ സാധിക്കില്ല. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വളരെ സാധാരണക്കാരന് ജീവിക്കാൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും വില കൂടുന്നു, അങ്ങനെ എല്ലാത്തിലും ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് പാർട്ടിയാണോ ജനങ്ങളെ സഹായിക്കുന്നത്, സത്യസന്ധമായ രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സിൽ എനിക്ക് തോന്നി, ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ പാർട്ടിയിൽ ചേർന്നിരിക്കും. സിനിമയിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നവ്യയ്ക്ക് സ്വയം
താലോലിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ടാവും, ചില അനുഭവങ്ങളുണ്ടാവും, മറ്റാരോടും പറയാത്തത്. അതെന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റാണ് ഞാൻ രഘുവരൻ സാർ, അദ്ദേഹത്തിനെ ഞാൻ സിനിമയുടെ വിജയരാജേട്ടൻ്റെ ഒരു പടം തമിഴിൽ ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അയാൾ നടന്നു വരുമ്പോൾ പലർക്കും ഇഷ്ടമൊന്നും അല്ലായിരിക്കും, ഈ പറയുന്ന പോലെ പല ദൂഷ്യങ്ങളുണ്ടെന്നൊക്കെ പറയായിരിക്കും, പക്ഷെ എന്നാലും കാണുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. അടുത്ത് വന്ന് കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു, വീടിങ്ങനെ ഒടിഞ്ഞു കുത്തിയൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഷോട്ടെല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ ഷോട്ടപ്പോൾ എനിക്ക് തീർന്നു, അദ്ദേഹത്തിൻ്റെ സീൻ വന്നപ്പോഴത്തെ എനിക്കില്ല പിന്നെ വർക്ക്. അപ്പോൾ ഞാൻ പോയി ബൈ അങ്കിൾ, പോയിട്ട് വരാം സാർ എന്നൊക്കെ പോയി പറഞ്ഞു. അപ്പം എന്നെ തുറന്നു ഇങ്ങനെ കാണിച്ചു അവിടെ ഇരിക്കാൻ. അപ്പം ഞാനൊരു കസേരയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നു. ഇത് ചോദിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റാണ് നീ? അപ്പം ഞാൻ പറഞ്ഞു നോ സാർ. വാട്ട്? പിന്നെ എപ്പോഴാണ് സിനിമയിൽ വന്നത്? ഞാൻ പറഞ്ഞു ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ വെൻ ഐ വാസ് 15 years old. ഐ വാസ് ഡൂയിങ് മൈ 10th. So I had no experience in acting or. Well, okay, fine, but I thought you are an institute product. I mean, institute പഠിച്ച കുട്ടിയാന്ന് ചോദിച്ചു. You are not a national actor, Navya. You are an international actor. എന്ന് പറഞ്ഞൊരു മൊമെന്റും ആ മരങ്ങളും അന്നുണ്ടായിരുന്ന ആ ഒരു ഈവനിങ്, ഒരു ആ മൂഡുണ്ടല്ലോ, ജീവിതത്തിൽ ഞാൻ എൻ്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല. പറഞ്ഞു തുടങ്ങിയത് വിവാഹത്തെ കുറിച്ചാണ്, അതെ, പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും വിവാഹ ജീവിതത്തെ കുറിച്ചാവാം. ഈ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പം ഒരു 1-2 വാചകങ്ങളിൽ പറയാവൂ. സങ്കല്പമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ സങ്കല്പമൊന്നുമില്ല. ഇതുവരെയൊക്കെ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് എന്നും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം 4:30 ആകുമ്പോൾ വീട്ടിൽ വരും, ചോറുണ്ടിട്ട് കുളിക്കാൻ പോകും. ചോറും ചായയും കൂടെ ഒരുമിച്ച്, അത് കഴിഞ്ഞ് കുളിക്കുക, വന്ന് വിളക്ക് കത്തിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ ബൈക്കിലാണ് പോകുന്നത്. അച്ഛൻ ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ അച്ഛൻ പൊറോട്ടയും ചിക്കനോ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട്, അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറണ്ട് പോകും. പവർ കട്ട് അന്ന് സ്ഥിരമായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ, 1/2 മണിക്കൂർ. അന്ന് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ അന്താക്ഷരി കളിക്കും. അച്ഛൻ പഴയ പാട്ടുകളൊക്കെ പാടും. ആ പാട്ടുകളൊക്കെ ഞാൻ കാണാതെ പഠിക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. ഭയങ്കര സുഖമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫീലാണ് ഇന്ന് ആലോചിക്കുമ്പോൾ. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, ഒരു ഒട്ടും ബയസ്ഡ് അല്ലാത്ത കുറേ ആളുകളുടെ ഇടയ്ക്കുള്ളൊരു ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിന്നും താഴേക്ക് എന്നെ ഈശ്വരൻ കൊണ്ടുവരരുത് എന്നുള്ളതല്ലാതെ ആ ഒരു സന്തോഷം, അത്രയും അളവ്. എന്ന് വെച്ചാൽ അന്ന് ചിക്കൻ കണ്ടാലൊരു കൊതിയുണ്ട്, ഐസ്ക്രീം കണ്ടാലൊരു കൊതിയുണ്ട്, എവിടെയെങ്കിലും ഒരു സിനിമ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷയൊക്കെ എനിക്ക് മരിക്കോളം നിലനിൽക്കണം. വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിലപ്പുറം ഉദാത്തമായ ഒരു സങ്കല്പം ഒന്നിനെക്കുറിച്ചും ഇല്ല. ഇല്ല, അങ്ങനെ ഒരു സങ്കല്പം വെച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് വലിയ എക്സ്പെക്ടേഷൻ ഉള്ളവർ ഞാൻ കേട്ടിട്ടുണ്ട്, മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുമെന്ന്. ശരിയായിരിക്കും, പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അത്ര ആഗ്രഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ എക്സ്പെക്ടേഷൻസ് അത്രയ്ക്കോളം വലുതല്ല. സാധാരണ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കരിയറിൽ നിന്ന് വിട്ടു പോകുമ്പോഴൊക്കെയാണ് ആളുകൾ തുറന്ന് സംസാരിക്കുക. ഇപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഞാൻ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അതായത് ഇതിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് കാവ്യ മാധവന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു ഇതില്. അപ്പൊ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ മാത്രമേ നടികൾ എന്തെങ്കിലും പറയാനുള്ളത് നേരെ ചൊവ്വേ പറയത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്നെ നേരെ ചൊവ്വയിലോട്ട് വിളിച്ചത്? പൊതുവെ നടികൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പറയാനുള്ളതെല്ലാം പറയൂ. അല്ല അന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി കാവ്യയുടെ ഇന്റർവ്യൂവിൽ കണ്ടപ്പോ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് പറയാനും കഴിക്കാൻ പോകാത്തതുകൊണ്ട് ഞാൻ മറച്ചു പിടിക്കുന്നതും കൂടുതൽ ഒരു ഇതായിട്ട് അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിവേ എൻ്റെ ഒരു നേച്ചർ ഇതാണ്. കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആളുകൾക്ക് ഇപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ജാടയാണെന്ന് തോന്നുന്നുള്ളവർക്കെങ്കിലും ഇത് കഴിയുമ്പോഴെങ്കിലും മാറിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവാഹ ജീവിതത്തിന് സർവ്വവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. വളരെ നന്ദി.